ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമസ്കാരം എല്ലാവർക്കും. ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഓഗസ്റ്റ് 8, 2024. എത്ര ആയി മേഡം? 1479 80? ദൈവത്തിന്റെ രക്ഷ 1480 അല്ലേ? ഓക്കെ, 5 ദിവസത്തിലേക്ക് 20 ദിവസം. റൈറ്റ്. സോ എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നലെ ഓറഞ്ച് ആപ്പിളില് സൈക്കോളജി ഓഫ് ലിവിങ്ങിന് ഭാഗമായിട്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സൂപ്പർ സോഫ്റ്റ് സ്കില്ലില് നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ് നെവർ പാസ് നെഗറ്റീവ് ടു എനിവൺ. ഇറ്റ് ഈസ് എ റോങ് ആറ്റിറ്റ്യൂഡ് ഓർ ഇറ്റ് ഈസ് എ ക്രൈം. അതായത് പാസിങ് നെഗറ്റീവ് ഈസ് എ ക്രൈം. പാസിങ് നെഗറ്റീവ് ഈസ് എ ക്രൈം. നമ്മൾ ക്രൈം എന്ന് പറഞ്ഞാൽ ശരിക്ക് കുറ്റകൃത്യം എന്നാണ് ശരിക്കർത്ഥം. കുറ്റകൃത്യം. ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ കുറിച്ച് ആരോട് പറഞ്ഞാലും ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുക, അപായപ്പെടുത്താൻ ശ്രമിക്കുക, അത് ബൈ മീൻസ് ഓഫ് IPC പ്രകാരം ബൈ മീൻസ് ഓഫ് വെപ്പൺസ്, മറ്റു എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടോ സാധ്യമാകുന്ന ഏതെല്ലാം ഉപകരണങ്ങളോ എന്തൊക്കെയോ ഉപയോഗിച്ച് ആളുകളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കുറ്റകൃത്യം അല്ലെങ്കിൽ ക്രൈം എന്നുള്ള ലിസ്റ്റിൽ വരും. ഫിസിക്കലി കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഉള്ള ലിസ്റ്റുകൾ നമുക്ക് അറിയാം. പക്ഷെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുപയോഗിച്ച് നാവ് കൊണ്ട് ക്രൈം ചെയ്യുന്ന അവസ്ഥ, നാവ് കൊണ്ട് തന്നെ ആവണമെന്നില്ല. അത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബൈ മീൻസ് ഓഫ് മെസ്സേജ്, ഇമ്പാക്ട്സ്, അതേപോലെ ഗെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, വിസിബിലിറ്റി, അങ്ങനെ ഏത് ടൈപ്പ് എങ്ങനെ ആയിരുന്നാലും, സോ ഏത് തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടോ ടൊണാലിറ്റി കൊണ്ടോ എന്ത് രൂപത്തിലും ആളുകളെ ആംഗ്യഭാഷയിലോ അല്ലെങ്കിൽ ഭാഷയിലോ ഒക്കെ ആളുകളെ, പ്രായോഗിക ഭാഷയിലോ ഒക്കെ ആളുകളെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ് ആക്ച്വലി. അപ്പോൾ ആളുകള് മാനസികമായിട്ട് അപായപ്പെടുത്തുക, സാമൂഹികമായിട്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുക, സോഷ്യലി അയാൾക്ക് ഉള്ളതോ ഇല്ലാത്തതോ എന്ത് കാര്യം പറഞ്ഞാലും നെഗറ്റീവ് ആണെങ്കിൽ അത് പാസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ശരിക്കും ഒരു കുറ്റകൃത്യമായിട്ട് ആണ് മനഃശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. ഇതൊരു കുറ്റകൃത്യമാവുന്നത് ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന രൂപത്തിൽ സംസാര ഭാഷ വരികയോ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള ഒരു ടോൺ വരികയോ ഒക്കെ ചെയ്ത. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു കല്യാണ അന്വേഷണത്തിന് വേണ്ടി ഒരു വാഹനത്തിൽ കുറച്ച് ആളുകൾ വരുമ്പം വഴിയിൽ വെച്ച് വിവരം അന്വേഷിക്കുന്ന ആളോട് മനസ്സിലായി മറ്റേ കുട്ടീനെ അന്വേഷിക്കാനല്ലേ, ശരി എന്ന് പറഞ്ഞൊരു ടോൺ ക്രിയേറ്റ് ചെയ്താൽ ആ ടൊണാലിറ്റി കൊണ്ട് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ചേഞ്ച്, അവർ വളരെ പോസിറ്റീവായി ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് ആ വീട്ടിലേക്കുള്ള വഴി മാത്രമേ ഇവരോട് ചോദിച്ചിട്ടുള്ളൂ. ആ ചോദിച്ച കൂട്ടത്തിൽ വെറുതെ അൺവാണ്ടഡ് ആയിട്ട് ടോൺ ഉപയോഗിച്ച് ഒരാളോട് ശരിക്ക് വഴി തെറ്റിക്കുക അല്ലെങ്കിൽ ആ കുട്ടി മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന ടോൺ. ഇതിനെ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വണ്ടിയിലെ ആളുകൾ പറയും നീ തിരിച്ചുവിടുക, പറഞ്ഞ ആളുകളുടെ ടോണിൽ എന്തോ ഒരു പോരായ്മയുണ്ട്, ഒരു നെഗറ്റീവ് അവർക്ക് സ്പ്രെഡ് ചെയ്യും. അവർ തിരിച്ചു വിട്ടു, അവർ ആ വീട്ടിലേക്ക് എത്തിയില്ല. എന്നിട്ട് അവരോട് ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു അവർ വരുന്നില്ല എന്ന് പറഞ്ഞു, അവർ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്, അവരിനി വരുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് സീൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ആ വീട്ടിലുള്ള ആ പറഞ്ഞ രണ്ടാമത്തെ കുട്ടി മാലാഖക്കുട്ടി പോലത്തെ കുട്ടിയാണ്. ഒരാളോടും ഒരു തെറ്റോ ഒരു കൃത്യമത്തോ ഒരു മോശപ്പെട്ട കാര്യമോ ചെയ്യാത്ത വളരെ അർഹതപ്പെട്ട വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പതിവ്രതയായ പരിശുദ്ധയായ ഒരു പെൺകുട്ടിനെ കുറിച്ച് ആർക്കോ തോന്നിയ ഒരു അസൂയ മറ്റാളുകളിലേക്ക് അൺവാണ്ടഡ് ആയിട്ട് പാസ് ചെയ്യുക വഴി അവിടെ ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക്, ഒരു പൂർണ്ണമായ ജീവിതത്തിനെയാണ് തടസ്സപ്പെടുത്തിയത്. അപ്പൊ ആളുകളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിടത്തു നിന്ന് തുടരുകയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരാളെ ഇല്ലാതാക്കുന്നത് പോലെ തന്നെയാണ്. ആർ യു ക്ലിയർ അബൌട്ട് ദിസ്?
അപ്പൊ ആളുകളുടെ ജീവിതം ഇല്ലാതാക്കുന്നതും ആളുകളെ ഇല്ലാതാക്കുന്നതും ഒക്കെ ക്രൈം, കുറ്റകൃത്യം തന്നെ. അപ്പൊ നാവ് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും നാവ് കൊണ്ട് നമ്മൾ മനസ്സിൽ ഊഹം വെച്ച് പറയുന്ന ഏത് കാര്യങ്ങളും പാപമാണ് എന്ന് യൂണിവേഴ്സൽ എനർജി ആളുകളെ പഠിപ്പിക്കുന്നതും ഒക്കെ ഇത്ര സീരിയസ്, അതിൽ മിക്കതും പാപമാണെന്ന് പറയാനുള്ള കാരണം ഇതിനകത്ത് ഇത്ര സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഒരു ഒരു ക്രൈം, ഒരു കുറ്റകൃത്യം ചെയ്യലാണ് ബൈ മീൻസ് ഓഫ് ടോൺ. അപ്പൊ ഒരു ടോൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ആ നടക്കി 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 പോ, നടക്കോളൂ, നടന്നോളൂ നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി മോക്ക് ചെയ്ത് ഒക്കെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ആ ഒരു ഡയലോഗും ആ വേർഡും ഒക്കെ ഉപയോഗിച്ച്, അതാണ് ബൈ മീൻസ് ഓഫ് വേർഡ് ഓർ ടൊണാലിറ്റി ഓർ എക്സ്പ്രഷൻ ഓർ ബോഡി ലാംഗ്വേജ് ഓർ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഏതെങ്കിലും രൂപത്തിൽ ഒരാളിലേക്ക് ഒരു ഗസ്റ്റർ വഴി, ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി ലാംഗ്വേജ്, ആംഗ്യങ്ങൾ കൊണ്ടുള്ള അതൊരു ആംഗ്യമാണ് ആക്ച്വലി, അതിൽ ബോഡി ലാംഗ്വേജ് ആണ്. ഈ ഈ രൂപത്തിൽ പെരുമാറുന്ന പെരുമാറ്റങ്ങളൊക്കെ ഒരാളെ കുറിച്ച് മോശമാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിനോ അയാളുടെ സാമൂഹിക ബോധത്തിനോ അയാളുടെ സാമൂഹിക പ്രതിഭക്കോ അയാളുടെ സാമൂഹിക വ്യക്തിത്വത്തിനോ അതുപോലെ അയാളുടെ ജോലി നഷ്ടപ്പെടാനോ, അങ്ങനെ എന്ത് കാരണം അയാൾ ഉണ്ടാക്കിയാലും അയാളുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന പലർക്കും ഉണ്ടാക്കാവുന്ന നഷ്ടം നിങ്ങളുടെ ഒരു ടോണ് കൊണ്ട്, നമ്മളുടെ ഒരു ടോണ് കൊണ്ട്, ഒരു വാക്ക് കൊണ്ട്, ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട്, ഒരു ബിഹേവിയറൽ സിംറ്റം കൊണ്ട് സംഭവിച്ചാൽ അതൊരു വലിയ കുറ്റകൃത്യം തന്നെയാണ്. അപ്പൊ ജീവൻ ഇല്ലാതാക്കുന്നതും ജീവിതം ഇല്ലാതാക്കുന്നതും ഒക്കെ വലിയ വേരിയേഷൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു മെസ്സേജ്, ഏതെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, വേഗം ഫോർവേഡ് ചെയ്യുക, അത് ഇങ്ങോട്ട് ഷെയർ ചെയ്യുക, അങ്ങോട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു പ്രവണത വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാം. എന്ത് നല്ലത് എന്ന് നമുക്ക് തോന്നുന്നതും അത് യഥാർത്ഥത്തിൽ നല്ലതാണോ എന്ന് ഉറപ്പുവരുത്തുകയും, ഞാൻ അയച്ചു കൊടുക്കുന്ന ആൾക്ക് ഇതൊക്കെ വായിക്കാനും പഠിക്കാനും വളരാനും അത് താങ്ങാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ അത് അയച്ചു കൊടുക്കരുത്. വെറുതെ തമാശക്ക് ആളുകൾ ദേഹത്ത് അടിക്കുന്നുണ്ടല്ലേ, ഞങ്ങള് വെറുതെ ഇങ്ങനെ അടിക്കും. ഈ അടിക്കുന്ന അടി ചിലത് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. ഈ വെയിറ്റ് ചിലർക്ക് അടി താങ്ങും, ചിലർക്ക് അടി താങ്ങില്ല, ചിലർക്ക് അത് വലിയ വേദന ഉണ്ടാവും. കാരണം എന്താ, ഫിസിക്കൽ ബോഡി പെയിൻ ആകുന്ന ഫിസിക്കൽ ബോഡി നേച്ചർ പ്രകൃതമുള്ള ആൾക്കാരുണ്ട്. അപ്പോ അപ്പൊ അത് ശരിക്ക് അവരുടെ ആ പ്രവൃത്തിയിൽ ആ ആക്ഷൻ നമ്മൾ എല്ലാ ആളുകൾക്കും ശരീരം താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില ആളുകളുടെ മനസ്സിനും താങ്ങാൻ കഴിയും. അപ്പൊ മനസ്സിന് ശക്തി ഉണ്ടാവലും മനസ്സിന് ശക്തി ഉണ്ടാക്കലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ മനസ്സിന് ശക്തി ഉണ്ടോ, അതല്ല മനസ്സിന് ശക്തിയില്ലേ, ഇത് നമുക്കെങ്ങനെ അളക്കാൻ പറ്റും? ഏതൊരാൾക്ക് മനസ്സിന് ശക്തി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? ഒരു കാരണവശാലും നമുക്ക് അളവ് പോലില്ല, നമുക്ക് അളക്കാൻ സാധിക്കില്ല. അങ്ങനെ അളക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അളക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഇത് നമ്മൾ പറയുന്നത് ക്രൈം ആണോ അല്ലേ എന്ന് മനസ്സിലാവുക? അപ്പൊ അത്ര ശക്തമല്ലാതെ, അതായത് പ്രസരിപ്പിക്കേണ്ടതില്ലാത്ത, ആളുകളെ അറിയിക്കേണ്ടതില്ലാത്ത, പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കാൻ നടത്തുന്ന ശ്രമം, ഇത് ഏതൊക്കെ അർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ, ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ, ചിലർക്കൊക്കെ ഞാനത് ആദ്യം എത്തിക്കണം, ഞാനത് ആദ്യം പറയണം, ഞാനായിരിക്കണം അത് ആദ്യം ആളുകളെ അറിയിക്കേണ്ടത് എന്നുള്ള ചില ചിന്തയും പ്രവണതയുമുള്ള, കമ്മ്യൂണിക്കേഷനിൽ വളരെ ഫെയിലിയർ ആയിട്ടുള്ള ചില തോട്ട് പ്രോസസ് ഉള്ള ചില ആളുകളുണ്ട്. അത്തരത്തിൽ തോട്ട് പ്രോസസ് ഉള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും അത് പിന്നീട് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ അത് അത്രമാത്രം അപകടമാണ് നമ്മൾ ചെയ്തതും പ്രചരിപ്പിച്ചതും, അതൊരുപാട് പേരെ അപകടപ്പെടുത്തി എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ നാവ് ഉപയോഗിക്കുന്ന സമയത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ക്രൈമുകൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാതെ ആളുകളെ കുറിച്ച് കുറ്റവും പോരായ്മകളും മനസ്സിൽ തോന്നുന്നതും ഒക്കെ പറഞ്ഞ്, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് നെഗറ്റീവായ കാര്യങ്ങൾ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു രീതി പൊതുവെ സമൂഹത്തിൽ കുറച്ച് കൂടുതലാണ്.
അത് സ്ത്രീകൾക്ക് കൂടുതലോ പുരുഷന്മാർക്ക് കൂടുതലോ എന്നതിനേക്കാൾ പ്രത്യേകത സമൂഹത്തിന്റെ ഒരു ജനറൽ രീതിയാണത്. ഈ ജനറൽ രീതി എന്തുമാത്രം അപകടം ചെയ്യുന്നു വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ഒരാളുടെ വീട്ടിന് മുമ്പിൽ തെറി എഴുതി വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ പറഞ്ഞാൽ, അതുപോലെ ആളുകളെ മാനസികമായി ഒരാളുടെ ജീവനാണ് ആ നെഗറ്റീവ് അവിടെ എഴുതി വെക്കുന്നത് വഴി പബ്ലിക്കിന് കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് 2 വരി അല്ലെങ്കിൽ 2 വാക്ക് തെറി എഴുതി വെച്ച് ആ തെറി വഴി നെഗറ്റീവ് പാസ് ചെയ്ത് ക്രൈം ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരമായപ്പം അദ്ദേഹം റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ ജീവൻ എടുക്കുന്ന രൂപത്തിലുള്ള തെറ്റുകൾ, ക്രൈമുകളൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോഴും ചിരിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ഈഗോ കാണിക്കുമ്പോഴും ആളുകളെ ഹെർട്ട് ചെയ്യുമ്പോഴും ആളുകളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുമ്പോഴും അരഗൻസി കാണിക്കുമ്പോഴും ആളുകളോട് അത്തരത്തിലുള്ള ഫാൾസ് വേർഡിങ്ങും ഒക്കെ കൊടുത്ത ആളുകളെ സോഷ്യലി കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് അവസ്ഥകൾ ചുറ്റുപാടുണ്ട്. ഓറഞ്ച് ആപ്പിൾ പ്രത്യേകിച്ച് ആളുകളുടെ ജീവിതങ്ങൾക്ക് പുതുമയാർന്ന നിറങ്ങൾ പകർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കളറിംഗ് ലൈഫ്സ് ഫ്രൂട്ട്ഫുള്ളി ഫലവത്തായ നിറങ്ങളാണ് ഓറഞ്ച് ആപ്പിൾ പകരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോറി. അതിന്റെ ഭാഗമാക്കാവാനാണ് ഓറഞ്ച് ആപ്പിളിലെ ഓരോ ആളുകളും ശ്രമിക്കേണ്ടത്. പലപ്പോഴും 2 കൊല്ലം 3 കൊല്ലം 1 കൊല്ലം 4 കൊല്ലം ഒക്കെ ഓറഞ്ച് ആപ്പിളിന്റെ കൂടെ ഈ സെഷനുകളൊക്കെ കേട്ടിട്ട് മാറ്റം വരാത്ത ആളുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോഴും നെഗറ്റീവ് പറയാനും നെഗറ്റീവായി ചിന്തിക്കാനും നെഗറ്റീവ് പ്രചരിപ്പിക്കാനും നെഗറ്റീവ് പ്രസരിപ്പിക്കാനും അത് പറയുന്നതിൽ ഞാൻ മുമ്പനാണ് ഒന്നാമനാണ് എന്ന് തെളിയിക്കാനും ഒക്കെ വാശി കാണിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോ പൊതുസഭകളിൽ നെഗറ്റീവ് പറയുന്നതിൽ നിന്ന്, സ്വകാര്യ ചെവികളിൽ നെഗറ്റീവ് പറയുന്നതിൽ നിന്ന്, ആളുകൾ എത്തുന്ന പൊതു ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന്, സോഷ്യൽ മീഡിയകളിൽ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നതിലും പറയുന്നതിൽ നിന്നുമൊക്കെ പിന്മാറണം, അത് ക്രൈം ആകും എന്ന് പറയുന്നതും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഗവൺമെന്റുകൾ തന്നെ ഡിജിറ്റലി പ്രചരിപ്പിക്കുന്നതിനെ ഡിജിറ്റൽ ക്രൈം ആയിട്ട്, സൈബർ ക്രൈമായി കാണുകയും കനത്ത പിഴ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ദുബായിൽ, ഇന്ന് ഷാർജയിലാണ്. ഈ ദുബായിലും യു എയിലൊക്കെ ഉള്ള പൊതുവെയുള്ള നിയമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, ഒരാളുടെ സ്വകാര്യത അതിന്റെ പോരായ്മയായിരുന്നാലും ശരിയായിരുന്നാലും അയാളുടെ അനുവാദമില്ലാതെ പ്രചരിപ്പിക്കുകയോ പ്രസരിപ്പിക്കുകയോ ചെയ്താൽ 5 ലക്ഷം ദിർഹം ഫൈൻ, ഏകദേശം ഇന്ത്യന്റെ 1 കോടിക്ക് മുകളിലുള്ള തുക. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അത് നിയമം പോലും തന്നെ അത് വലിയ ക്രൈമായിട്ട്, സാധാരണ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ കുറ്റം നമുക്ക് തോന്നുന്ന പലതിനും ഒരു 2000, 5000, 10,000 ദിർഹം പെനാൽറ്റി ഉള്ളൂ. പക്ഷെ അപ്പൊ ആളുകളുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന നെഗറ്റീവായ കാര്യം, ഈവൻ ഗൂഗിൾ റിവ്യൂ ഇടുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ അയാളുടെ പോരായ്മകൾ എന്താ കണ്ടത് അത് മാത്രം പറയാന്നല്ലാതെ അയാൾക്കെതിരെ നെഗറ്റീവ് പ്രചാരണം ഗൂഗിൾ റിവ്യൂവിൽ എഴുതാൻ പാടില്ല. അതിന് പെനാൽറ്റി ഉണ്ട്. അത് എഴുതിയ ആളെ തന്നെ ബാൻ ചെയ്യാനുള്ള നിയമമുണ്ട്. ഞാനിത് പറയുന്നത്, അപ്പോ അതിന് മാത്രം നെഗറ്റീവ് പാസ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൈമാണ് എന്നുള്ളത് ബോധ്യം ഉണ്ടാവണം. ഇല്ലാത്ത ആളുകളാണ് കൂട്ടം കൂടിയിരുന്ന് ആളുകളിലേക്ക് നെഗറ്റീവ് പാസ് ചെയ്യുകയും ആളുകളിൽ നെഗറ്റീവ് എത്തിക്കുകയും അതുവഴി ആസ്വാദനം നടത്തി ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുകയും ജീവിതം തടയുകയും ഒക്കെ ചെയ്യുന്നു. പാസിംഗ് നെഗറ്റീവ് ഈസ് ക്രൈം. ഇതാണ് ആറ്റിറ്റ്യൂഡിലെ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട നെഗറ്റീവ് ഏരിയയിലുള്ള ആറ്റിറ്റ്യൂഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. Thank you, sir. Thank you all.